എല്ലാവർക്കും നമസ്കാരം. കോളേജ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ കൈകാര്യം ചെയ്യുന്നത് സാക്ഷരതാ മിഷൻ ഈ വരുന്ന SSLC തുല്യതാ പരീക്ഷയ്ക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പരീക്ഷ നടക്കുക. അതിൻ്റെ ഇംഗ്ലീഷ് വിഷയത്തിന് മിഷൻ തയ്യാറാക്കിയ മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ സോൾവ് ചെയ്യുകയാണ്. അതിനു മുമ്പ് അവസാനം വിട്ടുപോകുന്നതുകൊണ്ടൊരു കാര്യം പറയാം. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഭാവിയിലും നല്ല നല്ല വീഡിയോ ചെയ്യാൻ അത് ഒരു പ്രോത്സാഹനമായിരിക്കും. ഇന്ന് മോഡൽ ക്വസ്റ്റ്യൻ രണ്ടാം ഭാഗമാണ് നാം കൈകാര്യം ചെയ്യുന്നത്. ഒന്നാം ഭാഗം ഇതിനകം തന്നെ ചാനലിൽ നൽകിയിരുന്നു. ധാരാളം പേർ കണ്ടു, അഭിനന്ദിച്ചു. അതിൻ്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി തുടർച്ചയായി വിദ്യാർത്ഥികൾ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരങ്ങൾ തയ്യാറാക്കാൻ സമയമെടുത്തതിനാലാണ് അല്പം താമസിച്ചത്, ക്ഷമിക്കുക. ഇനി നേരെ നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ചോദ്യം നിങ്ങളിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ മോഡൽ ക്വസ്റ്റ്യനും ആകെ കാണിക്കും. അത് നിങ്ങൾ 16ാമത്തെ ചോദ്യം മുതലാണ് രണ്ടാമത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങളത് നോക്കി ചെയ്യുക. അതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ എല്ലാ ക്വസ്റ്റ്യനും ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ചോയ്സ് നോക്കാതെയാണ് നൽകിയത്. നിങ്ങൾക്ക് ഉദാഹരണത്തിന് 5 ചോദ്യം തന്നിട്ട് ചിലപ്പോൾ 2 ചോദ്യം മാത്രമേ എഴുതാനുണ്ടാവൂ വലിയ മാർക്കിന്. ആ 5 മാർക്കിനുള്ള ചോദ്യവും 6 മാർക്കിനുള്ള ചോദ്യവും ഉണ്ട്. കൂടെ പറയുകയാണ്, നിങ്ങൾ ചോദ്യവും നിർദ്ദേശവും കൃത്യമായി വായിക്കുക. വേണ്ടാത്ത ഉത്തരങ്ങൾ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഒരു ഭാഗത്തു നിന്നും പാർട്ട് 1 അല്ലെങ്കിൽ ആ വിശദീകരിച്ച ചോദ്യം 6 മാർക്കിനുള്ളത് 5 എണ്ണം തന്നിട്ട് 2 എണ്ണം മാത്രം എഴുതാൻ പറഞ്ഞാൽ 2 മാത്രം എഴുതുള്ളൂ. ഇവിടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ അത് സഹായകരമായിരിക്കും. അതിനാലാണ് അത്തരത്തിൽ മുഴുവൻ ക്വസ്റ്റ്യനും നമ്മൾ ചർച്ച ചെയ്ത് ഇവിടെ ഉത്തരം നൽകിയിരിക്കുന്നത്. പ്രത്യേകം ഒരിക്കൽ കൂടി പറയുകയാണ്, ശ്രദ്ധിക്കുക. 17ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. സ്ക്രീനിൽ കാണുന്ന പോലെ പ്രിപ്പയർ എ ടെക്സ്റ്റ് ഓഫ് സ്പീച്ച് ഓൺ ദി ടോപ്പിക് empowering women in the workplace in the light of reading of the passage gender equality make it a habit. ക്വസ്റ്റ്യനിൽ നമുക്ക് വായിച്ചേക്കാം. ആ ഡാർക്കിൽ കൊടുത്ത ഭാഗം നോക്കുക. പ്രിപ്പയർ എ ടെക്സ്റ്റ് ഓഫ് സ്പീച്ച്. ഒരു സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗം തയ്യാറാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കുന്ന പോലെ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന ആ ഒരു മനസ്സോടുകൂടി ഒരു പാരഗ്രാഫ് എഴുതി കൊടുത്താൽ മതി. ആ പാഠഭാഗത്തിൻ്റെ ഉള്ള പല പോയിൻറ്സും നിങ്ങളെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താം. പാഠഭാഗത്തു നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി അതാണ് ആ പ്രസംഗത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യനിൽ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹിൻസ് കാണുന്നില്ലേ? ആ ക്വസ്റ്റ്യൻ്റെ ബാക്കിലെ ഭാഗം ഹിൻസ്, സൂചനകൾ. ജെൻഡർ ബയാസ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ്, ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻസ്മെൻറ്റ്, പേ ഇൻഇക്വാലിറ്റി, ലീഡർഷിപ്പ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഫ്ലെക്സിബിൾ വർക്ക്സ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം, ജെൻഡർ ഈക്വാലിറ്റി എന്ന പാഠത്തിൽ ലിംഗ സമത്വം, അതായത് സ്ത്രീ പുരുഷ വിവേചനം ഇല്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് എങ്ങനെയൊക്കെ നേടാം, അത് ഇന്നത്തെ കാലത്ത് സ്ത്രീ പുരുഷ വിവേചനം എവിടെയൊക്കെ കാണുന്നു എന്നുള്ള ആ ഒരു ആശയമാണ് നമ്മളെ പാഠഭാഗത്തിൽ കൊടുത്തത്. അതുകൊണ്ട് ആ നിർദ്ദേശം നോക്കിക്കോ. ജെൻഡർ ബയാസ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ്, അതായത് ലിംഗപരമായ പക്ഷപാതം, അതുപോലെ തന്നെ അവസരങ്ങൾ, ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻസ്മെൻറ്റ്, അവർക്ക് പുരോഗതിക്ക് പരിമിതമായ അവസരങ്ങൾ മാത്രമേ അവർക്ക് ഉണ്ടാകുന്നുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലാണ് പറയുന്നത്. പേ ഇൻഇക്വാലിറ്റി, പലപ്പോഴും ശമ്പളത്തിൽ തുല്യതയില്ല. പലപ്പോഴും ആ അവസ്ഥ മാറാൻ അവർക്ക് നല്ലൊരു പരിശീലനം കൊടുക്കണം. അവർ പുരോഗതിക്ക് വേണ്ടി നമ്മൾ നല്ല ട്രെയിനിങ് കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്. ഫ്ലെക്സിബിൾ വർക്ക് അറേഞ്ച്മെൻറ്റ്, പലപ്പോഴും സ്ത്രീകൾക്ക് അവരുടേതായ ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പല കമ്പനിയിലൊക്കെ ജോലി സ്ഥലത്ത് അവർക്ക്
ഫ്ലെക്സിബിളായ വർക്ക് സമയത്തിനൊക്കെ അവർക്ക് അനുകൂലമായ സമയം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി അവരെ ജോലിയിലേക്ക് നല്ല കാര്യക്ഷമമായി ജോലിയിലേക്ക് കൊണ്ടുവരാം എന്നാണ് ആശയമാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ നോക്കൂ, ആൻസർ വായിച്ച് പറയാം. പ്രസംഗത്തിൽ തയ്യാറാക്കുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും ജനങ്ങളെ അഭിസംബോധന ചെയ്യണം. പ്രസംഗം മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമാണ്. ഒന്ന്, ജനങ്ങളെ അഭിസംബോധന ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ സാധാരണ ഔപചാരിക പ്രസംഗം പോലെ സ്റ്റേജിലുള്ള എല്ലാവരെയും നിങ്ങൾ പേരെടുത്ത് പറഞ്ഞൊന്നും തുടങ്ങണ്ട, ജസ്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. നോക്കിയോ, ടുഡേ ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് എംപവറിംഗ് വുമൻ ഇൻ ദി വർക്ക് പ്ലേസ്, എസ്പെഷ്യലി ഇൻ ദ ലൈറ്റ് ഓഫ് ദി റീഡിംഗ് പാസേജ് ജെൻഡർ ഈക്വാലിറ്റി മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. പറഞ്ഞില്ല, ഞാൻ അവിടെ ഉപയോഗിക്കാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത് സ്ത്രീകളെ ശാക്തീകരിക്കാനുള്ള ആശയപരമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ജെൻഡർ ഈക്വാലിറ്റി എന്ന പാഠഭാഗത്തിന് അടിസ്ഥാനമാക്കിക്കൊണ്ട്. അപ്പോൾ അറ്റ് ഫസ്റ്റ് വി ഹാവ് ടു അഡ്മിറ്റ് ദി ജെൻഡർ ബയാസ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ മെനി ഇൻഡസ്ട്രീസ്. ഞാൻ സ്പീഡിൽ വായിച്ച് സ്പീഡിൽ അർത്ഥം പറഞ്ഞു പോകാം. നിങ്ങൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ടാകും. എന്നിരുന്നാലും ഒരു പ്രാവശ്യം കൂടി ഈ പാസേജിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്കത് വേഗത്തിൽ എഴുതി പിടിപ്പിക്കാൻ പറ്റും. നോക്കുക, അറ്റ് ഫസ്റ്റ് വി ഹാവ് ടു അഡ്മിറ്റ് ദി ജെൻഡർ ബയാസ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ മെനി ഇൻഡസ്ട്രീസ്. ഇന്ന് ഒട്ടുമിക്ക വ്യവസായ സ്ഥാപനത്തിലും സ്ത്രീ പുരുഷ വിവേചനമുണ്ട് എന്നുള്ള കാര്യം നിലനിൽക്കുന്ന കാര്യം നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ദീസ് ഓൾഡ് വ്യൂസ് ഓഫൺ ലിമിറ്റ്സ് ദി ഓപ്പർച്യൂണിറ്റീസ് ഫോർ വുമൺ ടു ഗ്രോ ഇൻ ദർ പ്രൊഫഷണൽ കാരിയേഴ്സ്. ഇത്തരത്തിലുള്ള പഴഞ്ചൻ ചിന്താഗതികൾ പലപ്പോഴും സ്ത്രീകളുടെ ഔദ്യോഗിക ജീവിതത്തിൽ അവരുടെ വളർച്ചയ്ക്ക് അവസരങ്ങളെ പലപ്പോഴും വിലങ്ങ് തേടിയായി നിൽക്കുന്നു, അവസരങ്ങളെ പരിമിതപ്പെടുത്തുന്നു. മെനി കേപ്പബിൾ വുമൺ ആർ പാസ്ഡ് ഓവർ ഫോർ പ്രൊമോഷൻ സിംപ്ലി ബിക്കോസ് ഓഫ് ദർ ജെൻഡർ. പലപ്പോഴും കഴിവുറ്റ സ്ത്രീകൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു, കാരണം അവർ സ്ത്രീകളായി പോയി എന്ന ഒറ്റ കാരണത്താൽ. മോർ ഓവർ പേ ഇൻഇക്വാലിറ്റി കണ്ടിന്യൂസ് ടു ബി എ മേജർ ഇഷ്യൂ. പലപ്പോഴും തുല്യമായ വേതനം പലപ്പോഴും കിട്ടുന്നില്ല. അസന്തുലിതമായ വേതനമാണ് ഇന്നും പല ജോലി സ്ഥലത്തും നിൽക്കുന്നത്. വുമൺ ഓഫൺ ഏൺ ലെസ് ദാൻ ദി ജെൻഡർ ഫോർ ദി സെയിം വർക്ക്. ഒരേ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാരെക്കാൾ കുറഞ്ഞ വേജസ് ആണ് കിട്ടുന്നത്. ഇറ്റ് എഫക്ട്സ് ദി വുമൺസ് ഫൈനാൻഷ്യൽ കപ്പാസിറ്റി. അത് സ്ത്രീകളുടെ സാമ്പത്തിക ശേഷിക്ക് ബാധിക്കുന്നു. ടു സോൾവ് ദി പ്രോബ്ലം വുമൺ മസ്റ്റ് ബി ഗിവൺ ലീഡർഷിപ്പ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് പരിശീലനവും അതുപോലെ തന്നെ പുരോഗതിക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ഞങ്ങൾ നൽകേണ്ടതുണ്ട്. ദേ മസ്റ്റ് നോ ദ റൈറ്റ് ദാറ്റ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അവർക്ക് നിയമത്തെക്കുറിച്ചുള്ള ബോധം, ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത് അവർക്ക് നിയമത്തിലുള്ള ബോധം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അഡീഷണലി ഇംപ്ലിമെൻറ്റിംഗ് ഫ്ലെക്സിബിൾ വർക്ക് അറേഞ്ച്മെൻറ്റ് ക്യാൻ ഹെൽപ്പ് വുമൺ ഫോർ അഡ്ജസ്റ്റിംഗ് ദർ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ്സ്. പലപ്പോഴും അവർക്ക് സ്ത്രീകൾക്ക് അനുകൂലമായ സമയം നിശ്ചയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, ജോലി സ്ഥലത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ജോലി കാര്യക്ഷമമായി ജോലി ചെയ്യാനും അവരെ വ്യക്തിപരമായ ജീവിതത്തിന് അത് കൂടുതലായിട്ട് ഉപകരിക്കുകയും ചെയ്യും. ഇറ്റ് വിൽ മേക്ക് ഈസിയർ ടു ദം ഫോർ എൻഗേജ്മെൻറ്റ് അറ്റ് ദർ വർക്ക്. അത് അവരുടെ ജോലിയിൽ കാര്യക്ഷമമായി മുഴുകാൻ അത് ഉപകരിക്കും. അതാണ് ആ ഒരു പാരഗ്രാഫിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. നിങ്ങൾ അത് മനസ്സിലാക്കിക്കണമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കുക. ഇതാണ് വായിച്ച് പോയിരിക്കുന്നത്. നിങ്ങളിത് സാവധാനം നോക്കി അത് വായിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അത് വീണ്ടും ഞാൻ കാണിക്കുന്നു. ഒന്നുകിൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇത് നോട്ട് ചെയ്ത് എസ്സേ ആയി നിങ്ങൾ പാരഗ്രാഫായി നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ ഇത് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യനാണ്. വെൻ പീപ്പിൾ ബിക്കം ടു എൻഗ്രോസ്ഡ് ഇൻ സോഷ്യൽ മീഡിയ ദേ ഓഫൺ നെഗ്ലക്റ്റ് ടു അപ്രീഷിയേറ്റ് ദി നോട്ടീസ് ദ വേൾഡ് അറൗണ്ട് ദം, മിസ്സിംഗ് ഔട്ട് ദ ബ്യൂട്ടി ആൻഡ് എക്സ്പീരിയൻസസ് that exist beyond their screen. Based on your reading the story, a hunter likes prepare a narrative. അപ്പോൾ അതും 5 മാർക്കുള്ള ഒരു ചോദ്യമാണ്. 100 ലൈക്സ് എന്നൊരു പാഠഭാഗം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചോദ്യത്തിൽ ആ വിവരണത്തിൽ കൊടുത്ത പോയിൻ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ആ പോയിൻ്റാണ് നിങ്ങൾ ഉത്തരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. മിക്കവാറും കഥയുടെ ഭാഗം തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അത് നിങ്ങൾ അധികം അതിനെക്കുറിച്ച് ക്വസ്റ്റിനെക്കുറിച്ച് തലവുക നിൽക്കണ്ട. ആ കഥയുടെ ഭാഗം
ഉൾപ്പെടുത്തുക. പറ്റുമെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ആ പോയിൻറ്റും കൂടി ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എടുത്തു കാട്ടിക്കൊണ്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഉത്തരം എഴുതാൻ വിട്ട് കളയരുത്. കാരണം അതിൻ്റെ കഥാഭാഗങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായ മാർക്ക് ലഭിക്കും. വെൻ പീപ്പിൾ നോക്കുക, പാരഗ്രാഫ് വായിക്കാം. വെൻ പീപ്പിൾ ബിക്കം ടു എൻഗ്രോസ്ഡ് ഇൻ സോഷ്യൽ മീഡിയ ദേ ഓഫൺ നെഗ്ലക്ട് ടു അപ്രീഷിയേറ്റ് ആൻഡ് നോട്ടീസ് ദ വേൾഡ് അറൗണ്ട് ദം. എൻഗ്രോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുഴുകുക എന്നുള്ളതാണ്. ജനങ്ങൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുകുന്നത് കൊണ്ട്, പ്രത്യേകിച്ചും ഫോണിൽ മുഴുകുന്നത് കൊണ്ട് പലപ്പോഴും അവർ പരിസരത്തിലുള്ള ലോകത്ത് നടക്കുന്ന ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും കാണാനോ ആസ്വദിക്കാനോ പറ്റാതെ ഇരിക്കുന്നു. മിസ്സിങ് ഔട്ട് ദി ബ്യൂട്ടി ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ് എക്സിസ്റ്റ് ബിയോണ്ട് ദർ സ്ക്രീൻ. അവർ കാണുന്ന കമ്പ്യൂട്ടർ മൊബൈൽ സ്ക്രീനിനപ്പുറത്തേക്ക് പുറംലോകമൊന്നും കാണുന്നില്ല. പുറംലോകത്തെ സൗന്ദര്യം അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ദ സ്റ്റോറി ഹാൻഡർ ലൈക്സ് പ്രിപ്പയർ എ നറേറ്റീവ്. ഈ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗം നോക്കിയിട്ട് നിങ്ങളൊരു കഥാ രൂപത്തിൽ നിങ്ങൾ എഴുതുക. അപ്പോൾ സൂചന കൊടുത്തിരിക്കുന്ന നോക്കുക. സുമ ട്രാവൽസ് ഓൺ ട്രെയിൻ. നമ്മൾ കഥാപാത്രം അറിയാലോ. എൻഗ്രോസ്ഡ് ഇൻ ഹെർ മൊബൈൽ ഫോൺ മുഴുകിയിരിക്കുന്നു. ടച്ചസ് ലൈക്ക് ഈച്ച് മെസ്സേജസ്. അവർ എല്ലാ മെസ്സേജും തൊട്ടങ്ങ് പോകുന്നു. ആൻ ഓൾഡ് വുമൺ ബോർഡ്സ് ദ ട്രെയിൻ സ്ട്രഗിൾ വിത്ത് ഹെർ ബാഗ്. സുമ അൺഅവെയർ കണ്ടിന്യൂസ് വിത്ത് സ്ക്രോളിംഗ് ദി മെസ്സേജ്. സുമ ഇത് ഓൾഡ് സ്ത്രീയുടെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാതെ അവരെ ഒന്ന് നോക്കുകയും ചെയ്യാതെ ഇവളെ മൊബൈലുമായിട്ട് അങ്ങനെ മൊബൈലിലെ സ്ക്രീൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് അവൾ എൻജോയ് ചെയ്തുകൊണ്ട് അങ്ങ് പോകുന്നു. ആ കഥയാണ് നമ്മൾ ഇവിടെ ചേർത്ത് എഴുതേണ്ടത്. അപ്പം സാധാരണ പോലെ ഉത്തരം എഴുതുമ്പോൾ ആ 100 likes എന്ന് ഹെഡിങ് എടുക്കുക. പിന്നെ ദ സ്റ്റോറിയെക്കുറിച്ച് പറയാം. ദ സ്റ്റോറി 100 likes ഡിസ്ക്രൈബ് ദി എക്സ്പീരിയൻസ് ഓഫ് എൻ ഓൾഡ് ലേഡി ഇൻ ദി ട്രെയിൻ വിത്ത് എ യങ് വുമൺ നെയ്മഡ് സുമ. സുമ എന്ന് പേരുള്ള ഒരു സ്ത്രീയുടെ കൂടെ ഓൾഡ് ലേഡി നടത്തിയ ഒരു ട്രെയിനിൻ്റെ യാത്രയുടെ അനുഭവമാണ്, ഓൾഡ് ലേഡിക്കുണ്ടായ ഒരു ട്രെയിൻ യാത്രയുടെ അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. സുമ വാസ് ട്രാവലിംഗ് ഇൻ ഹെർ ഈവനിങ് ട്രെയിൻ. സുമ ഒരു ദിവസം അവളുടെ വൈകുന്നേരത്തിലെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഓൾ ദി ടൈം ഷീ വാസ് ലുക്കിംഗ് അറ്റ് ഹെർ ഫോൺ. എല്ലാ സമയവും അവൾ ഫോണിൽ മുഴുകുകയായിരുന്നു. ഷീ വാസ് റീഡിങ് വാട്സപ്പ് മെസ്സേജസ് ആൻഡ് ടൈപ്പിംഗ് ഔട്ട് റിപ്ലൈ മെസ്സേജസ്. അവൾ വാട്സപ്പ് മെസ്സേജൊക്കെ നോക്കുക, അതോടൊപ്പം തന്നെ അതിന് റിപ്ലൈ മെസ്സേജ് കൊടുക്കുക. സുമ ടച്ച്ഡ് ദി ലൈക്ക് ബട്ടൺ ലൈറ്റ്ലി ഓൺ ദ സ്ക്രീൻ ഓഫ് ഹെർ ഫോൺ. സുമ സ്ക്രീനിൽ ഇങ്ങനെ ബട്ടൺസ് എല്ലാം അമർത്തിക്കൊണ്ട് ലൈക്ക് ബട്ടൺസ് അമർത്തിക്കൊണ്ട് അവളങ്ങനെ മൊബൈൽ എൻജോയ് ചെയ്ത് പോവുകയാണ്. അതുപോലെ തന്നെ ആ മൊബൈൽ കാണുന്ന ചിത്രങ്ങൾ ആസ്വദിക്കുന്നു. റിയലി ഷീ വാസ് എൻഗ്രോസ്ഡ് ഇൻ ഹെർ മൊബൈൽ ഫോൺ. യഥാർത്ഥത്തിൽ അവൾ പൂർണ്ണമായിട്ടും മൊബൈൽ ഫോണിൽ അവൾ മുഴുകിയിട്ടാണുള്ളത്. വെൻ ദ ട്രെയിൻ റീച്ച് ദ വർക്കല സ്റ്റേഷൻ ഓൾഡ് വുമൺ ബോർഡ് ദ ട്രെയിൻ. വർക്കല സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു പ്രായമായ സ്ത്രീ ട്രെയിനിൽ കയറി. ഷീ വാസ് സ്ട്രഗിളിംഗ് ടു പുട്ട് ഹെർ ഹെവി ബാഗ് അണ്ടർ ദ ട്രെയിൻ സീറ്റ്. അവൾ വലിയ ബാഗ് ട്രെയിൻ സീറ്റിൽ അടിയിൽ വെക്കാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഷീ ലോസ്റ്റ് ഹെർ ബാലൻസ് ആൻഡ് ഫൈനലി ഗോട്ട് എ സീറ്റ്. ആ പ്രായമുള്ള സ്ത്രീക്ക് നിൽക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല, ബാലൻസ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ലാസ്റ്റ് ഒരു സീറ്റ് കിട്ടി. സുമ ഹു വാസ് സിറ്റിംഗ് ഓൺ ദി അതർ സൈഡ് ഡിഡ് നോട്ട് വാച്ച് ദി ഓൾഡ് ലേഡി. സുമ അപ്പുറത്തെ ഭാഗത്തിരിക്കുന്ന സുമ ഈ ഓൾഡ് ലേഡിയെ നോക്കുക പോലും ചെയ്തില്ല. ഷീ വാസ് സ്റ്റിൽ സ്ക്രോളിംഗ് ഡൗൺ ഹെർ ഫേസ്ബുക്ക് പേജസ് ഇൻ ദ മൊബൈൽ. അവൾ അപ്പോഴും ആ മൊബൈലിലെ ഫേസ്ബുക്ക് പേജ് ഇങ്ങനെ മറച്ച് നോക്കുകയായിരുന്നു. ദ എൽഡർലി വുമൺ നീഡഡ് സുമാസ് ഹെൽപ്പ് ടു ഓപ്പൺ ദി വാട്ടർ ബോട്ടിൽ. ആ പ്രായമുള്ള സ്ത്രീകൾക്ക് ആ വാട്ടർ ബോട്ടിൽ തുറക്കാനെങ്കിലും ഒരു സഹായം സുമയിൽ നിന്നും വേണ്ടിയിരുന്നു. ബട്ട് ഷീ ഡിഡ് നോട്ട് പേ അറ്റൻഷൻ ടു ദി എൽഡർലി വുമൺ. ബട്ട് ഷീ ഡിഡ് നോട്ട് പേ എന്ന് വേണം, ഷീ അവിടെ ചേർക്കണം. ബട്ട് ഷീ ഡിഡ് നോട്ട് പേ അറ്റൻഷൻ ടു ദി എൽഡർലി വുമൺ വിത്തൗട്ട് ബീങ് അവെയർ ഓഫ് ദി സറൗണ്ടിങ്സ്. ചുറ്റുപാട് ശ്രദ്ധിക്കാതെ അവളെ മാത്രമല്ല അവളെയും ശ്രദ്ധിച്ചില്ല. അവൾ കമ്പ്യൂട്ടറിൽ മൊബൈലിൽ മുഴുകിക്കൊണ്ടിരുന്നു. വിച്ച് ഷോസ് ദി ഇന്നബിലിറ്റി ഓഫ് ദി പീപ്പിൾ ലൈക്ക് സുമ ടു അണ്ടർസ്റ്റാൻഡ് ദി ഫീലിംഗ് ഓഫ് ദർ ഫെലോ ബീങ്സ്. അപ്പോൾ ചുറ്റുപാട് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ കാണിക്കുന്നത്? അത് ഇറ്റ് ഷോസ് ദി ഇന്നബിലിറ്റി ഓഫ് ദി യങ് പീപ്പിൾ. അതായത് ചെറുപ്പക്കാരായ വിഭാഗത്തിൻ്റെ കഴിവില്ലായ്മ, ഏത് തരത്തിലുള്ള കഴിവില്ലായ്മ, മറ്റുള്ളവരുടെ സഹജീവികളുടെ ഫീലിങ്സ്, പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലായ്മ ആയിട്ട് ഈ ആ പ്രായമുള്ള സ്ത്രീക്ക് തോന്നി എന്നാണ് അതിൻ്റെ ചുരുക്കം. അപ്പോൾ അടുത്തത് നോക്കുക. 19ാമത്തെ ചോദ്യം. The rise of social media has led to a decline in reading habit as people increasingly spend more time scrolling through the screen than turning the pages of. അപ്പോൾ ഏകദേശം
ഇത് തന്നെ ഈ 100 ലൈക്സിൻ്റെ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഒരു ചോദ്യം കാണുന്നത്. അത് നോക്കിക്കോ. ദ റൈസ് ഓഫ് സോഷ്യൽ മീഡിയ ഹാസ് ലെഡ് ടു ദി ഡിക്ലൈൻ റീഡിംഗ് ഹാബിറ്റ്. അതോടൊപ്പം തന്നെ വേറൊരു പാഠമുണ്ട്. ഈ ലൈബ്രറിയെക്കുറിച്ച് ഒരു പാഠമുണ്ട്. വായനശാല റൂറൽ ലൈബ്രറീൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ചെറിയ പാഠഭാഗമുണ്ട്. അതും കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഈ ഒരു റൈറ്റപ്പ് എഴുതാനാണ് അടുത്ത ചോദ്യം. ദ റൈസ് ഓഫ് സോഷ്യൽ മീഡിയ ഹാസ് ലെഡ് ടു എ ഡിക്ലൈൻ ഇൻ റീഡിംഗ് ഹാബിറ്റ്. അതായത് സോഷ്യൽ മീഡിയയുടെ വരവ് റീഡിംഗ് ഹാബിറ്റ് ഇല്ലാണ്ടാക്കി എന്നാണ് പറയുന്നത്, കുറച്ചു. ആൻഡ് പീപ്പിൾ ഇൻക്രീസിംഗ്ലി സ്പെൻഡ് മോർ ടൈം സ്ക്രോളിംഗ് ത്രൂ ദ സ്ക്രീൻ ദാൻ ടേണിംഗ് ദ പേജസ് ഓഫ് എ ബുക്ക്. പലപ്പോഴും ബുക്കൊന്നും വായിക്കാതെ കൂടുതൽ സമയങ്ങൾ മൊബൈൽ പേജിലൊക്കെ സമയം കളയുന്നു. പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദി ടോപ്പിക്. ഈ ടോപ്പിക് റോൾ ഓഫ് വില്ലേജ് ലൈബ്രറീസ് ഇൻ റീവീറ്റലൈസിങ് റൂറൽ കമ്മ്യൂണിറ്റീസ്. ഇതിൻ്റെ ഈ ഒരു പാഠഭാഗം പഠിക്കുന്നുണ്ട്, വില്ലേജ് ലൈബ്രറീസ് എന്നുണ്ട്. ആ വില്ലേജ് ലൈബ്രറീസ് എന്ന പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റൈറ്റപ്പ്, ഒരു ലേഖനം പോലെ നിങ്ങൾ തയ്യാറാക്കുക. അതിന് സൂചന തന്നിട്ടുണ്ട്. എന്താണ്? മീറ്റിംഗ് സ്പേസസ് ഫോർ ലോക്കൽ ഗ്രൂപ്പ്സ് ആൻഡ് ഈവൻറ്റ്സ്. അത് വില്ലേജ് കമ്മ്യൂണിറ്റീസ് അല്ലെ വില്ലേജ് ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കൊക്കെ കൂടിച്ചേരാവുന്ന ഒരു സ്ഥലമാണ്. ആക്സസ് ടു ഇൻഫർമേഷൻ റിസോഴ്സസ്, പല വിവരങ്ങളും നമുക്ക് അവിടെ കിട്ടും. ഓപ്പർച്യൂണിറ്റീസ് ഫോർ സോഷ്യലൈസേഷൻ ആൻഡ് കണക്ഷൻ. അതോടൊപ്പം തന്നെ നമുക്ക് സാമൂഹ്യ ജീവിയാകാനും പല ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള അവസരങ്ങളും കിട്ടുന്നുണ്ട് ഈ ലൈബ്രറീസ്. ആക്സസ് ടു ബുക്സ്, അതുപോലെ തന്നെ ബുക്സ് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഓൺലൈൻ റിസോഴ്സസ് ആൻഡ് ഡിജിറ്റൽ ലേണിംഗ്. അതുപോലെ തന്നെ ഓൺലൈനിൽ നമുക്ക് പല മെറ്റീരിയൽസും പല അറിവും നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഡിജിറ്റൽ ലേണിങ്സ്, പ്ലാറ്റ്ഫോംസ്, ലിറ്റററി പ്രോഗ്രാംസ് ആൻഡ് വർക്ക്ഷോപ്സ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ എന്തൊക്കെ നടക്കുന്നു. പല സാംസ്കാരിക പ്രവർത്തനങ്ങൾ, സാഹിത്യ സദസ്സുകൾ, അങ്ങനെ ചർച്ചകൾ, അങ്ങനെ ഒരു വേദിയാണ് ലൈബ്രറീസ്. ഈ പോയിൻ്റ് വെച്ചുകൊണ്ട് ഒരു റൈറ്റപ്പ്, ഒരു ലേഖനം പോലെ നിങ്ങൾ തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കുക, വായിച്ചു പോകാം. ദ വില്ലേജ് ലൈബ്രറീസ് വെയർ വൺസ് എ സിംബൽ ഓഫ് ദി എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സ്റ്റാൻഡേർഡ് ഓഫ് എ റീജിയൻ. ഒരു കാലത്ത് വില്ലേജ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ ഒരു ഔന്നത്യത്തിൻ്റെ ലക്ഷണമായിരുന്നു. ബട്ട് ടുഡേ ദ കണ്ടീഷൻ ഓഫ് മെനി ലൈബ്രറീസ് ഈസ് പാത്തറ്റിക്. പക്ഷേ ഇന്നത്തെ കാലത്ത് ലൈബ്രറീസിൻ്റെ പല കണ്ടീഷൻസ് പലപ്പോഴും ലൈബ്രറീസിൻ്റെ അവസ്ഥ പലപ്പോഴും ദയനീയമാണ്. പാത്തറ്റിക് ആണെന്ന് പറഞ്ഞാൽ ദയനീയമാണ്. റീഡിംഗ് ഹാബിറ്റ് ഈസ് റിഡ്യൂസ്ഡ്. എന്തുകൊണ്ടാണ്? റീഡിംഗ് ഹാബിറ്റുകൾ, വായനാശീലം കുറഞ്ഞു. ദ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു ലൈബ്രറീസ് ഡിക്രീസിങ്. അതുപോലെ തന്നെ ലൈബ്രറിയിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നു. റിയലി ദി വില്ലേജ് ലൈബ്രറീസ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഫോർ സ്ട്രെങ്തണിങ് റൂറൽ കമ്മ്യൂണിറ്റീസ്. യഥാർത്ഥത്തിൽ വില്ലേജ് ലൈബ്രറീസ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഏത് കാര്യത്തിൽ? ഈ പ്രാദേശികമായ സമുദായത്തെ ശാക്തീകരിക്കുന്നതിൽ വലിയൊരു നിർണായകമായ പങ്ക്, ക്രൂഷ്യൽ റോൾസ്, നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നൗ ദ അഡ്വെൻറ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഓഫൺ ഡൈവേഴ്സ് ഫ്രം ദി ട്രഡീഷണൽ റീഡിംഗ് ഹാബിറ്റ്. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി ഈ വായനാശീലത്തെ തിരിച്ചുവിടുന്ന, പരമ്പരാഗതമായ വായനാശീലത്തെ തിരിച്ചുവിടുന്നതായിട്ട് നമുക്ക് കാണാം. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾസ് ഓഫ് വില്ലേജ് ലൈബ്രറീസ് ഈസ് ദാറ്റ് ഇറ്റ് ആക്ട്സ് ആസ് എ മീറ്റിംഗ് സ്പേസ് ഫോർ ലോക്കൽ ഗ്രൂപ്പ്സ് ആൻഡ് ഇവൻറ്റ്. ഈ വില്ലേജ് ലൈബ്രറീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോളുകളിൽ ഏറ്റവും പ്രധാനമായ റോളായിട്ട് പറയുന്നത് അത് ഒരു കൂടിച്ചേരാനുള്ള ഇടമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ചും ലോക്കൽ പ്രദേശത്തുള്ള ആ വിഭാഗത്തിനും അതുപോലെ തന്നെ പല സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ടുഡേ മോസ്റ്റ് ഓഫ് ദി ലൈബ്രറീസ് ആർ ഡിജിറ്റലൈസ്ഡ്. ഇന്ന് ഒട്ടുമിക്ക ലൈബ്രറികളും കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. പല ബുക്കുകളും കമ്പ്യൂട്ടറിലായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. സോ ആക്സസ് ടു ഇൻഫർമേഷൻ റിസോഴ്സ് ആർ വെരി ഈസി. അതുകൊണ്ട് തന്നെ പല വിവരങ്ങളും, ബുക്കിൻ്റെ വിവരങ്ങളും പിന്നെ ബുക്കിലെ ലഭ്യതയും കിട്ടാൻ എത്ര വിരൽത്തുമ്പിലാണ് പല വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നത്. ദേ ഓഫർ എ പ്ലെൻറ്റി ഓഫ് ബുക്സ്. ലൈബ്രറിയിൽ നമുക്ക് കുറേ പുസ്തകങ്ങൾ കാണാം, മാഗസീൻ കാണാം, ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ ഡിജിറ്റൽ റിസോഴ്സ്, കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ വിവരങ്ങൾ നമുക്ക് കിട്ടാം. ഓപ്പർച്യൂണിറ്റീസ് ഫോർ സോഷ്യലൈസേഷൻ കണക്ഷൻസ് ആർ എബണ്ടൻ്റ് ഇൻ വില്ലേജ് ലൈബ്രറീസ്. മറ്റ് വില്ലേജ് ലൈബ്രറീസിൻ്റെ ഗുണങ്ങൾ നോക്കുക. ഓപ്പർച്യൂണിറ്റീസ് ഫോർ സോഷ്യലൈസേഷൻ, ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം അത് സൂചനയിൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ വാക്ക് തന്നിട്ടുണ്ട്. ഈ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാമൂഹ്യജീവിയായി മാറുക എന്നുള്ളതാണ്. സാമൂഹ്യജീവിയായി മാറാനുള്ള ഒരവസരമാണ്
ഈ വില്ലേജ് ലൈബ്രറി നമുക്ക് കിട്ടുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ സോഷ്യലൈസേഷൻ ആൻഡ് കണക്ഷൻസ് ആർ എബണ്ടൻ്റ് ഇൻ വില്ലേജ് ലൈബ്രറീസ്. പല ബന്ധങ്ങളും സാമൂഹ്യ ജീവിയായി മാറുന്നത് കൂടാതെ പല ബന്ധങ്ങളും നമുക്ക് വില്ലേജ് ലൈബ്രറീസ് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ദേ സെർവ് എ സേഫ് സ്പേസ് വെയർ ഇൻഡിവിജ്വൽ ഓഫ് ഓൾ ഏജസ് ക്യാൻ ഇൻറ്ററാക്ട്, ഷെയർ എക്സ്പീരിയൻസസ് ആൻഡ് ബിൽഡ് ഫ്രണ്ട്ഷിപ്പ്. അവിടെ ഒരു സുരക്ഷിതമായ ഒരു ഇടമാണ് എല്ലാ വ്യക്തികളും എല്ലാ പ്രായക്കാർക്കും വന്നിരിക്കാനും അതുപോലെ തന്നെ ആശയം ഇൻ്ററാക്റ്റ് കൈമാറാനും അതുപോലെ തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാനും അതുപോലെ തന്നെ സൗഹൃദം ഡെവലപ്പ് ചെയ്യാനും സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റിയ സ്ഥലമായിട്ടാണ് ഈ റീഡിംഗ് ലൈബ്രറീസ് നമ്മൾ കാണുന്നത്. മോറോവർ ലൈബ്രറി പ്രോഗ്രാംസ് ആൻഡ് വർക്ക്ഷോപ്സ് ഓർഗനൈസ്ഡ് ബൈ വില്ലേജ് ലൈബ്രറീസ് പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ റൂറൽ എഡ്യൂക്കേഷൻ. മാത്രമല്ല ഇത്തരത്തിലുള്ള വില്ലേജ് ലൈബ്രറി അവിടെ നടത്തുന്ന പ്രോഗ്രാംസ് അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളൊക്കെ ഒരു പ്രാദേശികമായ വിദ്യാഭ്യാസത്തിന് താഴേക്കടയുള്ള വിഭാഗത്തിന് വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിലും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ 3 പാരഗ്രാഫ് ചേർത്ത ഉത്തരം നിങ്ങൾക്ക് അവിടെ കൊടുത്താൽ മതി. ഇനി നോക്കുക, ക്വസ്റ്റ്യൻ 20 മുതൽ 26 വരെ. അപ്പോൾ ഇമാജിൻ യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻ്റർവ്യൂ ലക്ഷ്മി അഗർവാൾ ഇത് ആസിഡ് അറ്റാക്കർ ക്യാമ്പയിൻ. പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻ. അത് വളരെ ഈസിയായ ഒരു ഭാഗമാണ്. നമ്മൾ ലക്ഷ്മി അഗർവാൾ എന്ന് പറഞ്ഞ ഒരു ഒരു പാഠഭാഗമുണ്ട്. ആസിഡ് അറ്റാക്ക് ക്യാമ്പയിനറാണ്. അവരുടെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ സംസാര ഭാഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് അവരോട് ക്വസ്റ്റ്യൻ തയ്യാറാക്കാനാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ അവളെ സമീപിക്കുന്നു, അവരോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ നിങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കുന്നു. അല്ലെങ്കിൽ നേരിട്ട് കണ്ടാൽ നിങ്ങൾ ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വലിയ ചോദ്യം തയ്യാറാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയ ചോദ്യങ്ങൾ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് കൃത്യമായി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിക്കേണ്ടത് ആ പാഠഭാഗം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. എന്നിട്ട് അവളുമായിട്ട് അവളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കുക. ഞാനിവിടെ ഉത്തരം കൊടുത്തത് നിങ്ങൾ നോക്കുക. ക്യാൻ യു ഷെയർ യുവർ പേഴ്സണൽ സ്റ്റോറി അബൌട്ട് ദി ആസിഡ് അറ്റാക്ക്? നിങ്ങൾക്ക് ആസിഡ് അറ്റാക്കുമായി സംബന്ധിച്ച നിങ്ങളുടെ വ്യക്തിപരമായ കഥ നിങ്ങൾ പങ്കുവെക്കുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ നോക്കൂ, വാട്ട് ഇൻസ്പയർഡ് യു ടു സ്പീക്ക് ഫോർ ദ റൈറ്റ്സ് ഓഫ് ആസിഡ് അറ്റാക്ക് വിക്ടിം? ഈ ആസിഡ് അറ്റാക്ക് അനുഭവിച്ച ഇരകൾക്ക് അവളുടെ റൈറ്റിനെ കുറിച്ച് അവളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താണ് പ്രചോദനം ഉണ്ടായത് എന്നുള്ളതാണ്. ഇൻസ്പയർഡ്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത്, നിങ്ങൾക്ക് എന്താണ് ഇൻസ്പിറേഷൻ പ്രചോദനം കിട്ടിയത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ആസ് എൻ ആസിഡ് അറ്റാക്ക് ക്യാമ്പയിനർ? നിങ്ങൾ ആസിഡ് അറ്റാക്ക് ക്യാമ്പയിനർ, ആസിഡ് അറ്റാക്കിനെതിരായി നിങ്ങൾ അനാചാരത്തിന് ആചാരം അല്ലെങ്കിൽ അനാചാരം എന്ന് പറയാം അതിനെതിരായി പ്രവർത്തിക്കുമ്പോഴുള്ള നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ള അടുത്ത ചോദ്യം. പിന്നീട് വാട്ട് മെസ്സേജ് ഡു യു വാണ്ട് ടു ഗിവ് വിത്ത് യങ് പീപ്പിൾ? അതോടൊപ്പം തന്നെ നിങ്ങൾ യങ് പീപ്പിളിന് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്, സന്ദേശം എന്താണ്, മെസ്സേജ്? അടുത്ത ചോദ്യം, ഹൗ ക്യാൻ വി പ്രിവെൻറ്റ് ദി ആസിഡ് അറ്റാക്ക് ഇൻ ഫ്യൂച്ചർ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഭാവിയിൽ ആസിഡ് അറ്റാക്ക് നിർത്തലാക്കാൻ പറ്റുക? അപ്പോൾ 5 ചോദ്യങ്ങൾ നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതിയിട്ടില്ലെങ്കിലും മാറ്റം വരുത്തി നിങ്ങൾക്കുള്ള ലാംഗ്വേജ് നിലവാരം പോലെ ചെറിയ ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ഓൺ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈസിയാണ് അത് ആ ഭാഗം. ഇനി അടുത്ത നോക്കിക്കോ. ദ റെസിഡൻസ് അസോസിയേഷൻ ഇൻ യുവർ ലൊക്കാലിറ്റി ശ്രദ്ധിക്കണം. ഇൻ യുവർ ലൊക്കാലിറ്റി ഈസ് ലോഞ്ചിങ് എ കമ്മ്യൂണിറ്റി അവയർനെസ് ഇനിഷ്യേറ്റീവ് ടു എഡ്യൂക്കേറ്റ് സിറ്റിസൺസ് ഓൺ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ആൻഡ് റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജീസ്, എംപവറിംഗ് ദം ടു ടേക്ക് പ്രോആക്റ്റീവ് മെഷേഴ്സ് ടു മിനിമൈസ് ദി ഇമ്പാക്ട് ഓഫ് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റർ. പ്രിപ്പയർ എ നോട്ടീസ് ടു ഇൻഫോം ദി മെമ്പേഴ്സ് അബൌട്ട് ദി പ്രോഗ്രാം. ഇപ്പോൾ എന്താ ചോദിക്കുന്നത്? അതായത് നമുക്ക് അവിടെ ഫ്ലഡിനെ കുറിച്ചൊരു പാഠഭാഗം വരുന്നുണ്ട്. അതിൻ്റെ ഒരു ലെസൺ അടിസ്ഥാനത്തിലാണ് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ പബ്ലിക്കിനെ ഒരു വിവരം കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ പല പ്രകൃതി ദുരന്തങ്ങൾ നടക്കുകയാണ്. ആ പ്രകൃതി ദുരന്തം നടക്കുമ്പോൾ അതിനുള്ള ഒരു സ്റ്റഡി ക്ലാസ് പോലെ നടത്താൻ നിങ്ങളെ പ്രദേശത്തുള്ള ഈ കമ്മിറ്റി തീരുമാനിക്കുന്നു, റെസിഡൻഷ്യൽ അസോസിയേഷൻ തീരുമാനിക്കുന്നു. ആ തീരുമാനം നിങ്ങൾ പബ്ലിക്കിനിടയിൽ ഒരു നോട്ടീസായി കൊടുക്കുക. നോട്ടീസ് തയ്യാറാക്കലും വളരെ ഈസിയാണ്. നോട്ടീസ് തയ്യാറാക്കുക, ഒരു വിവരം പബ്ലിക് ജനങ്ങൾക്ക് അറിയിക്കുക. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇടയിൽ പല പരിപാടിക്കും രാഷ്ട്രീയ പാർട്ടികളായാലും സന്നദ്ധ സംഘടന ആയാലും ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ വിവരം നോട്ടീസിലൂടെയാണ് പബ്ലിക്കിന്
അറിയിക്കുക. അപ്പോൾ നോട്ടീസിന് നിശ്ചിതമായ ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ക്ഷണക്കത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ആ ക്ഷണക്കത്ത് പോലെ ആയിരിക്കണം. ആ നോട്ടീസിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. ആ നോട്ടീസിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു നോട്ടീസ് മോഡൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ പ്ലേസ് ആൻഡ് ഡേറ്റ് വേണം. അതിനൊരു ഹെഡിങ് കൊടുക്കണം. അപ്പോൾ എന്താണ് വിഷയം ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കേണ്ടത്? റെസിഡൻസ് അസോസിയേഷൻ ഇൻ ലൊക്കാലിറ്റീസ് ലോഞ്ചിങ് എ കമ്മ്യൂണിറ്റി അവയർനെസ് ഇനീഷ്യേറ്റീവ് എഡ്യൂക്കേറ്റ് സിറ്റിസൺസ് ഓൺ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. അതായത് നമ്മളെ സമൂഹത്തിൽ ഒരു ദുരന്തം നടന്നാൽ അതിനെ നേരിടുവാൻ വേണ്ടി തയ്യാറെടുപ്പിനെ കുറിച്ചാണ്. എങ്ങനെയൊക്കെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചൊരു വിദ്യാഭ്യാസം, അതിനെക്കുറിച്ച് ഒരു അറിവ് പബ്ലിക് ജനങ്ങൾക്ക് നൽകുക എന്നാണ്. അതോടൊപ്പം തന്നെ റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ആ ദുരന്തങ്ങളിലെ ആ വ്യാപ്തി കുറക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ എംപവറിങ് ദം ടു ടേക്ക് പ്രോആക്റ്റീവ് മെഷേഴ്സ് ടു മിനിമൈസ് ദി ഇമ്പാക്റ്റ് ഓഫ് നാച്ചുറൽ. അതായത് പ്രകൃതി ദുരന്തവും മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തവും നേരിടുമ്പോൾ നമുക്കതെങ്ങനെ കുറക്കാൻ വേണ്ടി നടപടികൾ കൈക്കൊള്ളാം. ഈ ഒരു കാര്യമാണ് നമ്മുടെ ഈ പരിപാടിയിൽ പ്രോഗ്രാമിൻ്റെ മെയിൻ വിഷയം. ആ വിഷയത്തിൻ്റെ നോട്ടീസാണ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അത് നോക്കുക. പ്രിപ്പയർ എ നോട്ടീസ് ടു ഇൻഫോം ദി മെമ്പേഴ്സ് അബൌട്ട് ദി പ്രോഗ്രാം. ആ പ്രദേശത്തുള്ള നിങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരാളാണെന്ന് സങ്കല്പിക്കുക. അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് നിങ്ങൾ നടത്തുന്ന പരിപാടിയെക്കുറിച്ച് ഒരു വിവരം നോട്ടീസിലൂടെ നൽകുക. പ്രിപ്പയർ എ നോട്ടീസ്. അപ്പോൾ നോട്ടീസ് ഡ്രാഫ്റ്റിംഗ് ആണ്, കപ്പാസിറ്റിയാണ് നിങ്ങൾ ഇവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ നോക്കിക്കോ, ആൻസർ നോട്ടീസ്. പ്ലേസ് ആൻഡ് ഡേറ്റ് വേണം, ഹെഡിങ് വേണം. ഹെഡിങ് പാഠഭാഗത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ ഭാഗത്തിൽ ആ ഒരു മെയിൻ പോയിൻ്റ് എടുത്തിട്ട് ഹെഡിങ് ആക്കിയാൽ മതി. കമ്മ്യൂണിറ്റി അവയർനെസ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, അതായത് ദുരന്തത്തിനുള്ള തയ്യാറെടുപ്പിനുള്ള നമ്മൾ സാമൂഹികമായ ഒരു ബോധവൽക്കരണം എന്നുള്ളതാണ് ഹെഡിങ് വന്നത്. അപ്പോൾ നോക്കുമോ, ദ റെസിഡൻസ് അസോസിയേഷൻ ഇസ് പ്ലീസ് ടു അനൗൺസ് a community awareness programs aimed at educating citizens on disaster preparedness and risk reduction strategies. അപ്പോൾ നോട്ടീസിൽ ചുരുക്കി 2-3 ലൈനിൽ കാര്യം പറഞ്ഞു പോയാൽ മതി. നോക്കുക, റെസിഡൻസ് അസോസിയേഷൻ ഈ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജോയിൻ അസ് ടു ലേൺ ദി മെഷേഴ്സ് ടു മിനിമൈസ് ദി ഇമ്പാക്റ്റ് ഓഫ് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റർ. മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തമായ ഈ ദുരന്തം എങ്ങനെ കുറക്കാം എന്നുള്ള അറിയാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് ചേരാം എന്നാണ് കത്തിൽ പറയുന്നത്. അപ്പോൾ കത്ത് നോക്കുക, അതിനകത്ത് പ്ലേസ് ആൻഡ് ഡേറ്റ്, ഈ ഫോർമാറ്റ് നിങ്ങൾ പഠിക്കണം. പ്ലേസ് ആൻഡ് ഡേറ്റ്, ടൈം വന്നു, വെന്യൂ സ്ഥലം വന്നു, അതിൽ പങ്കെടുക്കുന്നത് ചീഫ് ഗസ്റ്റ് എന്നിട്ട് കാണിക്കുക. പിന്നെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു, ഓൾ ആർ വെൽക്കം. ആരാണ് നോട്ടീസ് ക്ഷണിക്കുന്നത്? പ്രസിഡൻറ്റ്, റെസിഡൻസ് അസോസിയേഷൻ കാണിച്ചു. പിന്നെ പ്രോഗ്രാം ഡീറ്റെയിൽസ്, പരിപാടിയുടെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നുണ്ട്. അത് നോക്കുക. എല്ലാ കത്തിലും കാണുന്ന പോലെ പ്രെയർ, പിന്നെ വെൽക്കം സ്പീച്ച് ആരാണെന്ന് പറയുക, സ്വാഗത ഭാഷണം ആരാണെന്ന് പറയുക, പ്രസിഡൻറ്റ് അഡ്രസ്സ്, അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗം ആരാണെന്ന് പറയുന്നു, പിന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ആരാണെന്ന് പറയുന്നു. എല്ലാം ഉദ്ഘാടനം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതായിരിക്കുന്നു, അതുകൊണ്ട് വിശദീകരിച്ച് പറയുന്നില്ല. അതുപോലെ തന്നെ ആശംസാ പ്രസംഗം ആരൊക്കെ നടത്തുന്നു, പിന്നെ വോട്ട് ഓഫ് താങ്ക്സ് വരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ടൈം കൊടുത്തിട്ട് വേണ്ടിക്കൽ ലാസ്റ്റ് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നു. ക്ലാസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ക്ലാസ് ബൈ കുസാറ്റ് ഫാക്കൽറ്റിയുടെ ക്ലാസ്സും കൂടി ഉണ്ട് എന്നുള്ള കാര്യം ലാസ്റ്റ് അറിയിക്കുന്നു. അപ്പോൾ അതോടുകൂടി ആ കത്തിൻ്റെ ആ നോട്ടീസിൻ്റെ ഫോർമാറ്റ് ഒന്ന് ബൈഹാർട്ട് പഠിക്കുക. ആ ബൈഹാർട്ട് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് നോട്ടീസ് വന്നാലും നിങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ആ നോട്ടീസിൻ്റെ ഫോർമാറ്റിൽ തന്നെ പകുതിയിലധികം മാർക്ക് കിട്ടും. ടൈം ആൻഡ് പ്ലേസ്, ആരാണ് വിഷയം, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഫോർമാറ്റ്, ഇനാഗുറേഷൻ, അങ്ങനെയുള്ള ഹെഡിങ് വൈസ് ഫോർമാറ്റാണ് ഉദ്ദേശിക്കുന്നത്. ആ മാതൃക അതുപോലെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് പ്രിപ്പയർ 22ാമത്തെ ചോദ്യം. പ്രിപ്പയർ 5 സ്ലോഗൻസ് ടു റേസ് അവയർനെസ് അബൌട്ട് ഇൻക്രീസിങ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ഷൻ ടു പ്രൊട്ടക്ട് വുമൺ ആൻഡ് എംപവർ ചേഞ്ച്. ഇവിടെ നമുക്ക് ജെൻഡർ ഈക്വാലിറ്റി, മേക്ക് ഇറ്റ് എ ഹാബിറ്റ് എന്ന് പറഞ്ഞ പാഠമുണ്ട്. അതിൻ്റെ അകത്ത് സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് ഇപ്പോഴത്തെ കാഴ്ചപ്പാടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 5 സ്ലോഗൻസ് എന്നാണ്. പ്രിപ്പയർ 5 സ്ലോഗൻസ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കണം. 5 സ്ലോഗൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുദ്രാവാക്യം എന്നുള്ളതാണ്. മുദ്രാവാക്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ബ്രീഫായിരിക്കണം മുദ്രാവാക്യം. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഹിരോഷിമ ദിനമൊക്കെ ആഘോഷിക്കുമ്പോൾ ഒരു റാലി നടത്തുന്നു വെച്ചോ. ഈ റാലി നടത്തുമ്പോൾ നമ്മൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നവരുടെ കയ്യിലൊരു പ്ലക്കാർഡ് പിടിച്ചിട്ടുണ്ടാവുമല്ലോ, ഈ ഒരു ബോർഡ്. ഈ ബോർഡുമ്പിൽ നമ്മൾ എഴുതും, വളരെ ചുരുക്കി പറയുന്ന പോയിൻ്റ്, യുദ്ധം മാനവരാശിക്ക് ആപത്ത് എന്ന് പറഞ്ഞ പോലെ.
അങ്ങനെയുള്ള നമ്മൾ ഏത് പ്രോഗ്രാമിനും ഈ ചുമരിന്മേൽ കുറച്ച് സ്ലോഗൻ വെക്കാം. അത് നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ ചുരുക്കി എഴുതാം. അതാണ് സ്ലോഗൻ, മുദ്രാവാക്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ പരിപാടിയുടെ ആ കണ്ടൻറ്റ് ചുരുക്കിയിട്ട് ഒരു ലൈനിൽ എഴുതുക. അതാണ് സ്ലോഗൻ, മുദ്രാവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ 5 സ്ലോഗൻസ് എന്താണ് ഇവിടെ എഴുതേണ്ടത്? അവെയർനെസ് ടു റേസ് അവെയർനെസ് അബൌട്ട് ദി ഇൻക്രീസിങ് ഡൊമസ്റ്റിക് വയലൻസ്. അതായത് നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനം, അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കയ്യേറ്റം, അവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, അതാണ് ഇവിടെ പോയിൻ്റായിട്ട് വരുത്തേണ്ടത്. നമ്മുടെ പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഞങ്ങൾ തയ്യാറാക്കിയ 5 പോയിൻ്റ് ശ്രദ്ധിക്കുക. ഇത് പഠിക്കാൻ വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ സ്വന്തം ഭാഷയിൽ 1-2 സെൻറ്റൻസിൽ നിങ്ങൾ എഴുതി കൊടുക്കണം. ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും നിങ്ങൾ നോക്കണ്ട. അതിന് പെട്ടെന്ന് തന്നെ അതിന് മാർക്ക് കിട്ടാൻ ഉള്ള അവസരമാണത്. നോക്കിയോ, ബ്രേക്ക് ദി സൈലൻസ്, സ്റ്റോപ്പ് ദി വയലൻസ്. അതായത് ശാന്തത ലംഘിക്കുക, അത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അതിക്രമം തടയുക. വുമൺ എംപവർ വുമൺ, എൻഡ് ഡൊമസ്റ്റിക് അബ്യൂസ്, സ്ത്രീ ശാക്തീകരിക്കുക, വീട്ടിലെ ഗാർഹിക പീഡനം അവസാനിപ്പിക്കുക. യുണൈറ്റ് അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനത്തിനെതിരായിട്ട് സംഘടിക്കുക. സ്ട്രോങ് വുമൺ, സ്ട്രോങ് കമ്മ്യൂണിറ്റി, സേ നോ ടു വയലൻസ്. ശക്തിയായ സ്ത്രീകൾ, ശക്തിയായ സമൂഹം അങ്ങനെ വയലൻസിനെതിരെ ശബ്ദിക്കുക. മെൻ ആൻഡ് വിമൺ ആർ ഈക്വൽ ബിഫോർ ലോ, സ്ത്രീയും പുരുഷനും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. അങ്ങനെ 5ഓളം ടൈറ്റിൽ പോലെ, ഹെഡിങ് പോലെ അങ്ങ് എഴുതി കൊടുത്താൽ മതി. അടുത്ത് നോക്കുക. യു ആർ എ റിപ്പോർട്ടർ ആൻഡ് ഹാവ് ബീൻ അസൈൻഡ് ടു കവർ ദി ഡിവാസ്റ്റേറ്റിംഗ് ലാൻഡ് സ്ലൈഡ് ഇൻ വയനാട് ആൻഡ് പ്രൊഡ്യൂസ് എ ന്യൂസ് സ്റ്റോറി ഓൺ ദി ട്രാജിക് ഇൻസിഡൻറ്റ്. പ്രിപ്പയർ ദി ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ ഇവിടെ ഈ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പോയിൻ്റ്, ഈ വയനാട് മുണ്ടക്കൈ ദുരന്തം പരാമർശിച്ചുകൊണ്ട് 5 സ്ലോഗൻ തയ്യാറാക്കുമെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഉദാഹരണത്തിന്, പ്രകൃതി ദുരന്തം, മുണ്ടക്കൈ പോലുള്ള പ്രകൃതി ദുരന്തം അവസാനിപ്പിക്കാൻ, ഈ മണ്ണിടിച്ചിൽ തടയാൻ ഒരു 5 മുദ്രാവാക്യം എഴുതുക എന്നൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന നമ്മൾ പ്രകൃതി സംരക്ഷിക്കുന്നതിനെ കുറിച്ചും ഈ കരിങ്കൽ അല്ലെങ്കിൽ ഖനനത്തെക്കുറിച്ചൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് 5-6 പോയിൻറ്റ്സ് സ്ലോഗൻ പോലെ എഴുതാം. അപ്പോൾ അതാണ് ഏത് പാഠഭാഗത്തുനിന്നും സ്ലോഗൻ വരാം, പരീക്ഷയ്ക്ക് ചോദിക്കാം, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത് വെച്ചാൽ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഒരു പത്രത്തിൻ്റെ ലേഖകൻ എന്നുപോലെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതാനാണ് പറയുന്നത്. എന്താ നോക്കേണ്ടത്? യു ആർ എ റിപ്പോർട്ടർ, നിങ്ങൾ പത്രപ്രതിനിധിയാണ്. ആൻഡ് ഹാവ് ബീൻ അസൈൻഡ് ടു കവർ ദി ഡിവാസ്റ്റേറ്റിംഗ് ലാൻഡ് സ്ലൈഡ് ഇൻ വയനാട്. നിങ്ങൾ അതിൻ്റെ ന്യൂസ് കവർ ചെയ്യാൻ വേണ്ടി ഈ നമ്മളെ ഭീകരമായ നമ്മളെ ഷോക്കടിപ്പിച്ച എന്ന് തന്നെ പറയാം ഒരു മണ്ണിടിച്ചൽ വയനാട്ടിൽ ഈ അടുത്ത കാലത്ത് നടന്നല്ലോ, അതിനെക്കുറിച്ചുള്ള ന്യൂസ് കവറേജ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ അസൈൻ ചെയ്ത് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ആൻഡ് പ്രൊഡ്യൂസ് എ ന്യൂസ് സ്റ്റോറി ഓൺ ദി ട്രാജിക് ഇൻസിഡൻറ്റ്. ആ ദുരന്തത്തിൻ്റെ സംഭവത്തിൽ നിങ്ങൾ ന്യൂസ് സ്റ്റോറി തയ്യാറാക്കുക. പ്രിപ്പയർ ദി ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. നിങ്ങൾ തയ്യാറാക്കാൻ സാധ്യതയുള്ള ന്യൂസ് റിപ്പോർട്ട് ഏകദേശം പത്രക്കാർ എഴുതുന്ന പോലെ നിങ്ങൾ ഗ്രാമറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അനുഭവപ്പെട്ട ആ പത്ര വായിച്ചുള്ള ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഒരു 100 വാക്കിൽ കവിയാതെ ഉത്തരം എഴുതിയാൽ മതി. 5ഓളം മാർക്കിനാണ്. ഞാൻ ഇതിൻ്റെ മാർക്കൊന്നും ഇവിടെ പരാമർശിച്ചില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മുൻഭാഗത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ വ്യക്തമായി ഓരോ പാരഗ്രാഫ് ക്വസ്റ്റ്യനുള്ള മാർക്കും കൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ എന്താണ് ന്യൂസ് റിപ്പോർട്ട്? ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് ഹെഡ്ലൈൻ കൊടുക്കണം. ഹെഡ്ലൈന് ഷോർട്ടായിട്ട് കാണിക്കണം. ലാൻഡ് സ്ലൈഡ് ഡിവാസ്റ്റേറ്റ്സ് വയനാട് ഒരു മണ്ണിടിച്ചൽ വയനാടിനെ തകർത്തെറിഞ്ഞു എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ഹെഡിങ് കൊടുക്കുക. ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം കാണിക്കണം. വയനാട് കേരള. അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം കാണിക്കണം. അതാണ് വയനാട് കേരള കാണിച്ചു. അപ്പോൾ എന്താണ് വായിക്കുന്നത്? ട്രാജിക് ലാൻഡ് സ്ലൈഡ് ഹിറ്റ്സ് ദി ബ്യൂട്ടിഫുൾ ഡിസ്ട്രിക്ട് ഓഫ് വയനാട് ഏർലി ദിസ് മോർണിംഗ്. കണ്ടില്ലേ? പത്രക്കാരൻ നമ്മൾ ആ പിറ്റേ ദിവസം വായിക്കുന്ന അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അതിന് ശേഷമോ വായിക്കുന്ന പത്രത്തിലെ വാർത്ത പോലെ ആയിരിക്കണം നമ്മൾ എഴുതുന്ന കാര്യം. എ ട്രാജിക് ലാൻഡ് സ്ലൈഡ് ഹിറ്റ്സ് ദി ബ്യൂട്ടിഫുൾ ഡിസ്ട്രിക്ട് ഓഫ് വയനാട് ഏർലി ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ മനോഹരമായ വയനാട് ജില്ലയെ ഈ ഭീകരമായ പേടിപ്പെടുന്ന ദുരന്തത്തിൻ്റെ രൂപത്തിൽ ലാൻഡ് സ്ലൈഡ് വന്ന് വിതച്ചു. ദ ഡിസാസ്റ്റർ ഒക്കേർഡ് അറൗണ്ട് 6 AM രാവിലെ 6 മണിക്കാണ് സംഭവിച്ചത്. ഒക്കേർഡ് വെച്ച് സംഭവിക്കുക. എങ്ങനെയാണ് സംഭവിച്ചത്? ഫോളോയിങ് ഹെവി റെയിൻ ദാറ്റ് ഹാസ് കണ്ടിന്യൂഡ് ഫോർ സെവറൽ ഡേയ്സ്. ധാരാളം ദിവസം തുടർച്ചയായ മഴയുള്ളത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ദ മോസ്റ്റ് ഡാമേജ്ഡ് പ്ലേസസ് ബൈ ദി ലാൻഡ് സ്ലൈഡ് ആർ. ഏറ്റവും കൂടുതൽ ഈ നാശം വിതച്ച സ്ഥലങ്ങൾ
മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം, വെള്ളാർമല എന്നിവയാണ്. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വെയർ കിൽഡ് ഇൻ ദർ സ്ലീപ്പ്. നൂറുകണക്കിന് ജനങ്ങൾ ഉറക്കത്തിൽ അവരെ കൊല ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ മരണപ്പെട്ടു. പീപ്പിൾ സെഡ് ദാറ്റ് അറൗണ്ട് 500 ഹൗസസ് വെയർ ഡിസ്ട്രോയിഡ്. അവിടെയുള്ള ജനങ്ങളൊക്കെ പറയുന്നു ഏകദേശം 500ഓളം വീടുകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ലോക്കൽ അതോറിറ്റീസ് ഹാവ് കൺഫേംഡ് അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ആർ റിപ്പോർട്ടഡ് മിസ്സിംഗ്. പ്രാദേശിക അധികാരികൾ പറയുന്നത് ഏകദേശം 100 കണക്കിന് ജനങ്ങളെ കാണാണ്ടായിട്ടുണ്ട്. റെസ്ക്യൂ ടീംസ് ആൻഡ് ഇൻക്ലൂഡിങ് ഫയർ ഫൈറ്റേഴ്സ് ആൻഡ് വളണ്ടിയേഴ്സ് ഹാവ് ബീൻ ഡിപ്ലോയിഡ് ടു സെർച്ച് ഫോർ ദി സർവൈവേഴ്സ്. ബാക്കിയായവർക്ക് വേണ്ടി, അതിൽ അതിജീവിച്ച ആർക്ക് വേണ്ടി അവരെ സെർച്ച് ചെയ്യാൻ വേണ്ടി ഈ പല സൈന്യങ്ങളും വളണ്ടിയേഴ്സും അതുപോലെ തന്നെ ഫയർ സർവീസ് ആൾക്കാരൊക്കെ അവിടെ നിയുക്തമാക്കിയിട്ടുണ്ട്. ദ ഡെപ്ത് ഓഫ് കാഷ്വാലിറ്റി സെറ്റ് ടു ബി ഐഡൻറ്റിഫൈഡ്. അതിൻ്റെ ആഴം ഇനിയും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദ കേരള ഗവൺമെൻറ് സോട്ട് സപ്പോർട്ട് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഫോഴ്സസ് ലൈക്ക് ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് ആൻഡ് NDRF. കേരള ഗവൺമെൻറ് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിഭാഗമായ ആർമി, അതുപോലെ നേവി, എയർഫോഴ്സ്, NDRFൻ്റെ ഒക്കെ സഹായം തേടിയിട്ടുണ്ട് ഈ ഒരു പുനരധിവാസത്തിന് വേണ്ടി. റെസിഡൻസ് ഓഫ് ദി നിയർ ബൈ വില്ലേജ് ഹാവ് ബീൻ ഇവാക്യുവേറ്റഡ് ആസ് എ പ്രിക്കോഷണറി മെഷേഴ്സ്. ഈ വില്ലേജിലുള്ള ജനങ്ങളെ ഒരു മുൻകരുതൽ നടപടി പോലെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഹാസ് അനൗൺസ്ഡ് ദാറ്റ് റിലീഫ് ക്യാമ്പ്സ് ആർ ബീങ് സെറ്റ് അപ്പ് ടു പ്രൊവൈഡ് ഷെൽട്ടർ, ഫുഡ് ആൻഡ് മെഡിക്കൽ എയ്ഡ് ടു ദോസ് അഫക്റ്റഡ്. ജില്ലാ അധികാരികൾ ഈ ദുരന്തത്തിന് ഇരയായ വിഭാഗത്തിനും അത് അതിജീവിച്ചവർക്കും അവരെ പാർപ്പിക്കാൻ വേണ്ടിയും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയും വലിയ രീതിയിൽ ഒരു റിലീഫ് ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പബ്ലിക് ജനങ്ങളെ അവരെ അറിയിച്ചു. ഇതാണ് ആ പാരഗ്രാഫിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. ഇതൊരു ന്യൂസ് പോലെ നിങ്ങൾക്ക് കൊടുത്താൽ മതി, 6 മാർക്ക് ഉറപ്പാണ്. ഇനി അടുത്ത ചോദ്യം നോക്കുക. 24ാമത്തെ ചോദ്യം. The old woman in the story, 100 likes, was sad and depressed about her experience in the train and Suma's behavior. She wrote her feeling in a diary. Prepare the likely diary. ഇപ്പോൾ ചോദിക്കാം, ഒരു അടുത്തത് ഓരോ ക്വസ്റ്റ്യനും ഓരോ റൈറ്റിംഗ് സ്കില്ല്, നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ല് പരിശോധിക്കുകയാണ്. ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കൽ, നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ, നറേറ്റീവ് തയ്യാറാക്കാൻ, ഇവിടെ ഡയറി തയ്യാറാക്കാൻ. അപ്പോൾ ഡയറി നമുക്കറിയാം, മിക്കവർക്കും ഡയറി എഴുതി ശീലമുള്ളവർക്ക് എന്താണ് ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയാം. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സാധാരണഘട്ടത്തിൽ ആ ഒരു ദിവസത്തിൻ്റെ ഇൻസിഡൻറ്റിൻ്റെ സംഭവങ്ങളുടെ ചുരുക്കം അത് വൈകുന്നേരമോ രാത്രിയോ നിങ്ങൾ ഡയറിയിൽ ആ ഡേറ്റ് വെച്ചുകൊണ്ട് എഴുതും. അപ്പോൾ അതാണ് ഡയറി. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഡയറി ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 100 ലൈക്സ് എന്ന പാഠഭാഗത്തിലെ ഈ ഒരു ഓൾഡ് ലേഡി ഉണ്ട് കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ ദുഃഖകരമായ ട്രെയിൻ യാത്രയെക്കുറിച്ച് അവരുടെ മനസ്സിൽ നിന്നുകൊണ്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിപ്പയർ എ ഡയറി. എന്താണ് ഉത്തരം നോക്കുക. ഡയറി എന്ന് ഹെഡിങ് കൊടുക്കുക. ഡയറിക്കും ആ ഡേറ്റ് വേണം, അതിൻ്റെ ഡയറി എഴുതുന്ന സമയം കാണിക്കണം. പ്രത്യേകിച്ചും നോക്കുക, ആ ഡയറിയിലും നമുക്ക് ഞാൻ എന്ന് പറയാം. അതായത് ഞാൻ കണ്ടു, ഞാൻ പോയി എന്നൊക്കെ പറയാം. സബ്ജക്റ്റ് ഐ എന്ന് ചേർത്തുകൊണ്ട് നമുക്ക് ഡയറി എഴുതാവുന്നതാണ്. നോക്കിക്കോ. ടുഡേ ഐ വാസ് ഗോയിങ് ടു മീറ്റ് മൈ ഗ്രാൻഡ് സൺ ഇൻ ദ ടൗൺ. ആ ഓൾഡ് ലേഡി എഴുതുന്നത് അപ്പോൾ ഷീ റോട്ട് ഹെർ ഫീലിങ്സ് ആണ്, കണ്ടില്ലേ. അപ്പോൾ ഓൾഡ് ലേഡി എഴുതുമ്പോൾ ടുഡേ ഐ വാസ് ഗോയിങ് ടു മീറ്റ് മൈ ഗ്രാൻഡ് സൺ ഇൻ ദ ടൗണിൽ എൻ്റെ ചെറുമകനെ കാണാൻ വേണ്ടി പോവുകയായിരുന്നു. ഐ ബോർഡഡ് മൈ ട്രെയിൻ അറ്റ് ദി വർക്കല സ്റ്റേഷനിൽ ഞാൻ വണ്ടി കയറി. ഐ വാസ് കെയറിങ് എ ഹെവി ബാഗ്. എൻ്റെ കയ്യിലൊരു വലിയ ബാഗ് ഉണ്ടായിരുന്നു. ഐ സ്ട്രഗിൾഡ് എ ലോട്ട് ടു പുട്ട് മൈ ബാഗ് അണ്ടർ ദ സീറ്റ്. ഈ സീറ്റിൻ്റെ അടിയിൽ എൻ്റെ ബാഗ് വെക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് മൈ ബാലൻസ് ആൻഡ് ഫൈനലി ഐ ഗോട്ട് എ സീറ്റ്. എനിക്ക് ട്രെയിനിൽ നിന്നും ബാലൻസ് പോലും നഷ്ടപ്പെട്ടു. പക്ഷേ അവസാനം ഒരു സീറ്റാണ് കിട്ടി. ഐ വാസ് എലോൺ. ഞാൻ ഒറ്റക്കായിരുന്നു പോയിരുന്നത്. ഐ സോ എ യങ് ലേഡി ഹൂ വാസ് സിറ്റിംഗ് ഓൺ ദി അതർ സൈഡ്. ഞാനൊരു യുവതിയായ സ്ത്രീയെ എൻ്റെ ഇരിപ്പിടത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കണ്ടു. ബട്ട് ഷി വാസ് ഫൈനലി എൻഗ്രോസ്ഡ് ഇൻ സോഷ്യൽ മീഡിയ. പക്ഷേ അവൾ പൂർണ്ണമായിട്ടും അവളുടെ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഐ വാസ് വെരി മച്ച് സാഡ് ആൻഡ് ഡിപ്രസ്ഡ് ഇൻ ദാറ്റ് ജേണി. പക്ഷേ ആ യാത്രയിൽ ഞാൻ വളരെയധികം നിരാശ എനിക്കുണ്ടായി, സങ്കടപ്പെട്ടു. കാരണം ബിക്കോസ് ദി യങ് ലേഡി നെവർ ലുക്ക്ഡ് അറ്റ് മീ. ആ യുവതിയായ സ്ത്രീ എന്നെ ഒരിക്കലും നോക്കിയിരുന്നില്ല. ഹെൻസ് ഐ കുഡ് നോട്ട് സീക്ക് ഹെർ ഹെൽപ്പ് ടു ഓപ്പൺ മൈ വാട്ടർ ബോട്ടിൽ. അതുകൊണ്ട് എൻ്റെ വാട്ടർ ബോട്ടിൽ തുറക്കാൻ പോലും എനിക്ക് അവളുടെ സഹായം തേടാൻ പറ്റിയില്ല. ഷീ ഡിഡ് നോട്ട് പേ അറ്റൻഷൻ ടു മീ. അവൾ എന്നിൽ ശ്രദ്ധ പതിഞ്ഞില്ല, അവളുടെ ശ്രദ്ധ എന്നിൽ ഉണ്ടായില്ല. ആൻഡ് വാസ് അൺഅവെയർ ഓഫ് ദി സറൗണ്ടിങ്. അതുപോലെ തന്നെ പരിസരബോധമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. എ ജേണി ദാറ്റ് മെയ്ഡ് മീ ടു റിയലൈസ് ഹൗ മച്ച് ദി മൈൻഡ്സ് ആൻഡ് തിങ്കിങ് ഓഫ് ദി യൂത്ത് ഹാസ് ചേഞ്ച്ഡ് വിത്ത് എൻട്രി ഓഫ് ദി മൊബൈൽ ഫോൺ.
ആ ജേണി എന്നെ പഠിപ്പിച്ചത് ഈ യുവജന വിഭാഗം എങ്ങനെയാണ് അവരുടെ മനസ്സും അവരുടെ ചിന്താരീതിയും എങ്ങനെയാണ് എത്രത്തോളം മാറിപ്പോയി എന്ന്, പ്രത്യേകിച്ചും ഈ മൊബൈൽ ഫോണിൻ്റെ വരവോടുകൂടി ഈ യുവജനങ്ങളുടെ മനസ്സും ചിന്താരീതിയും എത്രത്തോളം മാറിപ്പോയി എന്ന് എന്നെ പഠിപ്പിച്ച, എന്നെ മനസ്സിലാക്കിപ്പിച്ച ആ ഒന്നായിരുന്നു അന്നത്തെ യാത്ര. അപ്പോൾ അത് നിങ്ങൾ ഉൾപ്പെടുത്തി, നിങ്ങൾ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയാൽ മതി. അതും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കുക. പ്രിപ്പയർ എ ലെറ്റർ ടു വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് ഓൺ ദി ഇൻക്രീസിങ് സൈബർ ക്രൈം ഇൻ ദി സ്റ്റേറ്റ് ആൻഡ് ദ ഇമ്പാക്റ്റ് ഓഫ് ദി സൊസൈറ്റി. അതും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സൈബർ ക്രൈം. അതായത് സൈബർ ക്രൈമിനെ കുറിച്ച്, അതിൻ്റെ സൈബർ കുറ്റം, കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കിയുള്ള ഇൻ്റർനെറ്റ് അടിസ്ഥാനമാക്കിയുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ക്രൈമുകൾ, അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തിനോട് ഒരു കത്ത് എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ലെറ്റർ റൈറ്റിംഗ് ആണ് അടിസ്ഥാനപരമായിട്ടും നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ലെറ്റർ റൈറ്റിങ്ങിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഫ്രമും ടു അയക്കുന്ന ആൾ എഴുതുക, ആർക്ക് അയക്കുന്നു എന്ന് എഴുതുക. ഓരോ ലെറ്റർ റൈറ്റിംഗ് 2-3 ഫോർമാറ്റ് ഉണ്ട്. നിങ്ങൾ പഠിച്ച ഫോർമാറ്റിൽ എഴുതിയാൽ മതി. തൽക്കാലം ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അയക്കുന്ന ആളുടെ അഡ്രസ്സ്, ആർക്കാണ് പോകുന്നത് അഡ്രസ്സ്, പിന്നെ ഡിയർ, ഇത് പേഴ്സണൽ ലെറ്ററാണ്, അതുകൊണ്ട് ഡിയർ എന്നെല്ലാം ചേർത്തുകൊണ്ട് പറയാം. ഡിയർ അരുൺ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് ഹൈ സ്പിരിറ്റ്. ഐ ആം റൈറ്റിംഗ് ടു ഷെയർ മൈ തോട്ട്സ് ഓൺ എ പ്രസിംഗ് ഇഷ്യൂ ദാറ്റ് ഹാസ് ബീൻ എഫക്റ്റിംഗ് അവർ സൊസൈറ്റി, ദ ഇൻക്രീസിംഗ് റേറ്റ് ഓഫ് സൈബർ ക്രൈം ഇൻ അവർ സ്റ്റേറ്റ്. ഞങ്ങളുടെ സംസ്ഥാനത്തുള്ള സൈബർ ക്രൈം കുറ്റങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ ബാധിക്കുന്ന കാര്യം ഉണ്ടായിരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് എന്നോട് പറയാൻ വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. നീ അവിടെ സുഖകരമായിരിക്കുമെന്ന് സുഖകരമായി ഉള്ള അവസ്ഥയാണ് നിനക്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നോക്കുക. ഐ തിങ്ക് യു നോ വാട്ട് ദ സൈബർ ക്രൈം ഈസ്. സൈബർ ക്രൈം എന്താണെന്ന് നിനക്കറിയാലോ. ഇറ്റ് ഈസ് എൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ കമ്മിറ്റഡ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഓൺ ദി ഇൻ്റർനെറ്റ്. അത് ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. കമ്പ്യൂട്ടറിലെ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തോടുകൂടി ചെയ്യുന്ന നിയമവിരുദ്ധമായ ഒരു ശിക്ഷ ലഭ്യമാക്കുന്ന, ശിക്ഷ കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കുറ്റമാണ് ഈ സൈബർ ക്രൈം. ദീസ് ക്രൈംസ് ആർ വെരി കോമൺ ഇൻ ദ ഡിജിറ്റൽ വേൾഡ്. ഇന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിത ലോകത്ത് സൈബർ ക്രൈം ഇന്ന് എല്ലാ സ്ഥലത്തും നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ്. വി ഹിയർ എ വെരി ന്യൂസ് ലൈക്ക് ഓൺലൈൻ ചീറ്റിംഗ്. നമ്മൾ പല വവാർത്തകളും കേൾക്കുന്നുണ്ട്. ഓൺലൈനിലൂടെയുള്ള ചീറ്റിംഗ്, ആസ് മണി തെഫ്റ്റ് ഫ്രം ദി ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ തെറ്റായ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഹാക്കിംഗ് ആക്കുന്നു, അതുപോലെ തന്നെ നമ്മളെ വിവരങ്ങൾ ചോർത്തുന്നു. അപ്പോൾ നമ്മൾ ഇമ്പോസണേഷൻ, അതായത് നമ്മൾ തെറ്റായ രീതിയിൽ ആൾക്കാരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചതിക്കുന്നു. അതുപോലെ തന്നെ ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ അത് പിന്നെ അവമാനകരമായ, കീർത്തി നശിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ആൻഡ് ഓൺലൈൻ ഹറാസ്മെൻറ്റ്, ഓൺലൈനിലൂടെ നമ്മളെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള, നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ദീസ് ആർ ഓൾ സൈബർ ക്രൈംസ്. ഇതാണ് സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. ദി ഇമ്പാക്റ്റ് ഓഫ് സൈബർ ക്രൈം ഈസ് പ്രൊഫൗണ്ട്. സൈബർ ക്രൈമിൻ്റെ ഫലം, എഫക്റ്റ് അഗാധമാണ്, ഡീപ്പാണ്. വിക്ടിംസ് ഓഫൺ എക്സ്പീരിയൻസ് ഇമോഷണൽ ഡിസ്ട്രസ്. പലപ്പോഴും ഇതിന് വിധേയമാകുന്നവർ വൈകാരികമായി വളരെയധികം ദുഃഖത്തിലുണ്ടാകുന്നു. ലീഡിങ് ടു ഡിക്ലൈൻ ഇൻ മെൻ്റൽ ഹെൽത്ത്. അവരെ മാനസികാരോഗ്യം പോലും തകർത്ത് കളയുന്നു. സംടൈംസ് ദ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പാസസ് ഇൽ ന്യൂസ് അബൌട്ട് ദി പീപ്പിൾ ദാറ്റ് മേ കോസ് ടു ടേക്ക് ദെയർ ലൈഫ്സ്. ഈ സൈബർ പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും തെറ്റായ വാർത്തകൾ പരത്തുന്നു. അതിൻ്റെ ഭാഗമായി പല ആൾക്കാർക്കും ജീവൻ പോലും അവർക്ക് നഷ്ടപ്പെടാൻ ഇടയായിട്ടുണ്ട്. ടു മീറ്റ് ദി ഡേഞ്ചർ സിറ്റുവേഷൻ വി മസ്റ്റ് ബി അവെയർ അബൌട്ട് ദി സേഫ് ഓൺലൈൻ പ്രാക്ടീസസ്. ഈ അപകടകരമായ ഈ അവസ്ഥ തരണം ചെയ്യാൻ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള സുരക്ഷിതമായ ഓൺലൈൻ പ്രാക്ടീസ് അതിനെക്കുറിച്ച് ബോധവും ഉണ്ടായിരിക്കണം. ലെറ്റസ് ഡിസ്കസ് ദി മാറ്റർ ഫർദർ ഇൻ നെക്സ്റ്റ് ടൈം വി മീറ്റ്. ഈ ഒരു കാര്യം വിശദീകരിച്ച് നമുക്ക് നേരിൽ കാണുമ്പോൾ സംസാരിക്കാം. സ്റ്റേ സേഫ് ആൻഡ് വിജിലൻറ്റ്. നല്ല സുരക്ഷിതമായിരിക്കുക, സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് അവസാനിപ്പിക്കുന്നു. അത് സുഹൃത്തിനുള്ള കത്താണ്. അതുകൊണ്ട് യുവേഴ്സ് ലവിംഗ്ലി, സ്നേഹത്തോടുകൂടി ഇത് വെക്കാം. ആളുടെ പേരും സിഗ്നേച്ചർ എന്ന് കാണിച്ചാൽ മതി. പിന്നെ അടുത്ത ചോദ്യം വരുന്നത്, പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് മായ എങ്കിലോൺ യൂസിങ് ദി ഹിൻസ് ബിലോ. നമുക്കറിയാം, ഇനി വളരെ ഈസിയായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ചോദ്യമാണ് ഈ പ്രൊഫൈൽ തയ്യാറാക്കൽ. ഈ പ്രൊഫൈൽ തയ്യാറാക്കൽ നമുക്കറിയാം, പ്രൊഫൈൽ ഒരു ആളുടെ ബയോഡാറ്റൻ്റെ ഹിൻസ്, സൂചന തരും. ആ സൂചന വെച്ചുകൊണ്ട് നമ്മൾ തുടർച്ചയായി ഒരു പാരഗ്രാഫ് രൂപത്തിൽ എഴുതുക. അതാണ് പ്രൊഫൈൽ തയ്യാറാക്കൽ. നമുക്ക് പാഠഭാഗത്തിന് പഠിക്കാനുള്ള ഒരു ലെസനാണ് ഇവിടെ. ജനിച്ചു തരും, അതുപോലെ തന്നെ അവരുടെ നേട്ടങ്ങൾ തരും, അവരുടെ പ്രശസ്തി തരും,
അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ട് ചുരുക്കിയിട്ട് അത് ഒരു പാരഗ്രാഫ് രൂപത്തിൽ തുടർച്ചയായിട്ട് എഴുതുക. അത് ഈസിയാണ്. ഇത് ചെറിയ പോയിന്റുകൾ മാത്രം, കണക്റ്റിംഗ് വേർഡ്സുകൾ മാത്രമേ കൂട്ടിച്ചേർക്കണ്ടൂ. ബാക്കിയെല്ലാം ഇതിലെ പോയിന്റ് അതുപോലെ തുടർച്ചയായിട്ട് എഴുതിയാൽ മതി. ആ ഹെഡ് സൈഡ് ഇങ്ങനെയുള്ള സൈഡിലെ പോയിന്റ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ചുരുക്കി എഴുതുക. ഒരു മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, മായ ആംഗ്ലോൺ വാസ് ബോൺ ഓൺ April 4th, 1928 ഇൻ സെയിൻറ്റ് ലൂയിസ്, മിസോറി. ഇത് ജനിച്ചു എന്നുള്ള മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതി. അവളുടെ ഫുൾ പേര് ഒരു ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊരു സെൻറ്റൻസ് ആക്കി എഴുതി. അങ്ങനെ ആ ഒരു മുകളിൽ പറഞ്ഞ കാര്യം ചുരുക്കിയിട്ട് ഒരു പാരഗ്രാഫ് പോലെ ഈ മോഡലങ്ങ് പഠിച്ചു പോയാൽ മതി. നിങ്ങൾക്കത് ഈസിയായിട്ട് 5 മാർക്ക് വാങ്ങാം. ഇനി അടുത്ത ചോദ്യം സിമ്പിൾ ഗ്രാമർ ചോദ്യമാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ഹാസ് ആൻഡ് ഹാവ്. അത് വളരെ ഈസിയാണ്. ഹാസ് ഹാവിൻ്റെ പ്രയോഗം അറിയാവുന്നുള്ളൂ. നമുക്കറിയാലോ, ഹാസ് സിംഗുലറിൻ്റെ കൂടെ വരും, സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസ് ഉണ്ട് എന്ന് കാണിക്കാൻ ഏകവചനത്തിൻ്റെ കൂടെ ഹാസ് വരും, ബഹുവചനത്തിൻ്റെ കൂടെ യു എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ഹാവ് വരും. ആ ബേസിക്കായ അതിൻ്റെ ഗ്രാമർ ഭാഗമാണ്. ദ കമ്പനി ഏകവചനമാണ് ഹാസ് എസ് ന്യൂ പോളിസി ഫോർ എംപ്ലോയീസ്. കമ്പനിക്ക് ജീവനക്കാർക്ക് ഒരു പുതിയ പോളിസി ഉണ്ട്. ഐ ഡാഷ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. ഹാവ് അതുകൊണ്ട് ഹാവ് ഈസിയാണ്, വളരെ ഈസിയാണ്. ഉത്തരം കൊടുത്തിട്ടുണ്ട്. എ എന്ന സ്ഥലത്ത് എ എന്ന് എഴുതിയിട്ട് ഹാസ് എന്ന് എഴുതുക, ബി എന്ന് എഴുതിയിട്ട് ഹാവ് എന്ന് 2 മാർക്ക് ഈസിയായിട്ട് സ്കോർ ചെയ്യാം. അടുത്ത് നോക്കിക്കോ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോംസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ് കൊടുത്ത വാക്കിൻ്റെ ശരിയായ രൂപം എഴുതിയിട്ട് പിന്നെ അത് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞത്. അത് നോക്കിയോ, വി ഷുഡ് ഹറി ഇൻസൈഡ് ബിക്കോസ് ദി സ്കൈ ഈസ് ഗെറ്റിംഗ് ഡാർക്കർ. ഞങ്ങൾ വീടിനടുത്ത് സമയം ചിലവഴിക്കണം, പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് പോകേണ്ടതുണ്ട്, കാരണം ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്കർ. ഗെറ്റ് എന്നുള്ള വേർഡ് ഗെറ്റിംഗ് എന്നാക്കി മാറ്റുക. ആൻഡ് വി വോണ്ട് ബി ഏബിൾ ടു ഫിനിഷ്. നമുക്ക് എന്ത് ചെയ്യാനില്ല, നമുക്ക് ഈ മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെടി നടാൻ പൂർത്തിയാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിനിഷ് ടു പ്ലാന്റിംഗ് എന്ന് ആൻസർ കൊടുത്തിട്ടുണ്ട്. ഗെറ്റിംഗ്, പ്ലാന്റിംഗ്, ഈ 2 വേർഡ് ing ഫോം ചേർത്താൽ മതി. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്, എറേഴ്സ് ആർ അണ്ടർലൈൻഡ്. നോക്കിക്കോ, ഈ പാഠഭാഗത്തു നിന്നുള്ളതാണ്. ചിൽഡ്രൻ, അതായത് ജെൻഡർ ഈക്വാലിറ്റി ആണ് പാഠഭാഗത്തിലെ ഒരു 4 ലൈന് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. തെറ്റെന്താണ്? എൻവിറോൺമെൻറ്റ് എന്നല്ല, എൻവിറോൺമെൻറ്റ് എന്നാണ്. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പാഠഭാഗത്തിലെ ഭാഗം നോക്കിയാൽ മതി. നാച്ചുറൽ എന്നുള്ള വേർഡ് നാച്ചുറൽ എന്നാണ്. അതുപോലെ തന്നെ ബി എ, അതുപോലെ തന്നെ എ എന്നുള്ള സ്ഥലത്ത് എൻവിറോൺമെൻറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ബി ഉള്ള ഭാഗത്ത് പിന്നെ ദി എന്ന് കൊടുക്കുക. മൂന്നാമത്തെ നാച്ചുറൽ എന്നുള്ള സ്ഥലത്ത് നാച്ചുറൽ എന്ന് കൊടുക്കുക. നാലാമത്തത് ഡി കൊടുത്തിട്ട് കണക്റ്റഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ആ പാഠഭാഗം ആ ഉത്തരം നിങ്ങൾക്ക് പാഠഭാഗത്തിൽ അതേ ലൈനാണ്. ആ പാഠഭാഗം കുറച്ച് ഹൃദയസ്ഥമാക്കിയെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഗ്രാമർ മിസ്റ്റേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ അത് തിരുത്തിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അടുത്തത് റീഡിങ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റീഡിങ് ദ ഫോളോയിങ് ഹെഡ് ലൈൻസ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. വളരെയധികം ഈസിയാണ്. അത് 4 സംഭവങ്ങൾ ചുരുക്കി പറയുക. അത് റീഡ് ദ ഫോളോയിങ് ഹെഡ്ലൈൻസ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ബിലോ. താഴെ കൊടുക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. നോക്കിക്കോ, 4 ഇന്ത്യൻസ് നാഷണൽസ് കിൽഡ് ഇൻ മൾട്ടിപ്പിൾ വെഹിക്കിൾ റോഡ് ആക്സിഡൻറ്റ്. അപ്പോൾ 4 ഇന്ത്യക്കാർ ടെക്സാസിൽ റോഡ് ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. അനുയ പ്രസാദ് വിൻസ് ദി എയർ പിസ്റ്റൾ ഗോൾഡ് ഇൻ വേൾഡ് ഡഫ് ചാമ്പ്യൻഷിപ്പ്. അനുയ പ്രസാദ് വേൾഡ് ഡഫ് ചാമ്പ്യൻഷിപ്പിൽ വിന്നറായി. മൈസ് സ്റ്റഡി ക്ലെയിംസ് ടു ഹാവ് ഫൗണ്ട് ലോങ് കോവിഡ് റിയൽ പ്രിപ്പറേറ്റേഴ്സ്. അപ്പോൾ കോവിഡിൻ്റെ യഥാർത്ഥ റിയൽ പ്രിപ്പറേറ്റേഴ്സ് കാരണം കണ്ടെത്തിയതായിട്ട് കാണിക്കുന്നു. ടെലഗ്രാം മെസ്സേജിങ് ആപ്പ് CEO ദുരവ് അറസ്റ്റഡ് ഇൻ ഫ്രാൻസ്. ടെലഗ്രാം മെസ്സേജിങ് ആപ്പ് ഉപയോഗിച്ച് ഡുറോവിനെ ഫ്രാൻസിൽ അറസ്റ്റ് ചെയ്തു. അടുത്തത് ആമസോൺ ദ ലാർജസ്റ്റ് റിവർ ഇൻ ദ വേൾഡ് ഈസ് ഡ്രൈയിങ്. ആമസോൺ എന്ന ഏറ്റവും വലിയ നദി വറ്റിപ്പോകുന്നു. അപ്പോൾ 5-6 കാര്യങ്ങൾ പറഞ്ഞു. അത് താഴേക്ക് കൊടുക്കുന്ന പോയിന്റിൽ എവിടെയാണ് ചേരുമ്പടി ചേർക്കാന്നെല്ലാം പറഞ്ഞ പോലെയുള്ള ഭാഗമാണിത്. ഐഡൻറ്റിഫൈ ദി ഹെഡ്ലൈൻസ് ദാറ്റ് റിലേറ്റ് ടു ആൻ എൻവയോൺമെൻറ്റൽ ക്രൈസിസ്. ഐഡൻറ്റിഫൈ തിരിച്ചറിയുക. നിങ്ങളെന്ത് തിരിച്ചറിയണം? ഈ മുകളിൽ കൊടുത്ത ഹെഡിങ്ങിൽ പ്രകൃതിയിലെ ദുരന്തത്തെക്കുറിച്ച് പറയാവുന്ന പോയിൻ്റ് എന്താണ്? ഈസിയായിട്ട് നമുക്ക് പറയാം. ഹെഡ്ലൈൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സ്പോർട്സ്. സ്പോർട്സിനെ കുറിച്ചുള്ള ബന്ധപ്പെടുന്ന ഹെഡിങ് എന്താണ്, ലൈൻ എന്താണ്? അതുപോലെ തന്നെ ഹെഡ്ലൈൻസ് ദാറ്റ് ടെൽസ് അബൌട്ട് സയൻറ്റിഫിക് ഇൻവെൻഷൻ. ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള ഹെഡിങ് എന്താണ്?
വിച്ച് ഹെഡ്ലൈൻ ടെൽസ് അബൌട്ട് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഫീൽഡ് ഓഫ് ടെക്നോളജി. സാങ്കേതിക വിദ്യയിൽ വളർന്ന ഹെഡിങ് എന്താണ്, സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ കാണിക്കുന്ന ഹെഡിങ് എന്താണ്, ദ ഹെഡ്ലൈൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ട്രാജിക് ഇവൻ്റ് എന്താണ്, അതായത് ദുരന്തപരമായ സംഭവത്തെക്കുറിച്ച് കാണിക്കുന്ന ഹെഡിങ് എന്താണ്. അത് ഉത്തരം നിങ്ങൾക്ക് ചോദ്യം ഉത്തരം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഒന്നാമത്തെ ഉത്തരം ആമസോൺ ദി ലാർജസ്റ്റ് റിവർ ഇൻ ദി വേൾഡ് ഈസ് ഡ്രൈയിങ്. നമ്മൾ പറഞ്ഞില്ലേ, ഒന്നാമത്തെ ഉത്തരം എൻവിറോൺമെൻറ്റ് പ്രതിസന്ധി, പ്രകൃതി ദുരന്തം എന്താണ്, അത് പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞാൽ ആമസോൺ റിവർ വറ്റുന്നത്. രണ്ടാമത്തത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടത് അരുണ പ്രസാദ് വിൻസ് പിസ്റ്റൾ ഗോൾഡ് ഇൻ ദ വേൾഡ് ഡഫ് ചാമ്പ്യൻഷിപ്പ്, അതും അവിടെ പറയുന്നുണ്ട്. സ്പോർട്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ഡഫ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് ഡഫ് ചാമ്പ്യൻഷിപ്പ് എന്ന് കാണുന്നില്ല, അത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ട് തന്നെ അത് ഏതിനാണ്. രണ്ടാമത്തെ ചോദ്യം കാണിക്കുന്നത് അരുണ പ്രസാദ് വിൻസ് എയർ പിസ്റ്റൾ ഗോൾഡ് ഇൻ ഡഫ് ചാമ്പ്യൻഷിപ്പ്. 32ാമത്തെ ചോദ്യം ഹെഡ്ലൈൻ അബൌട്ട് സയൻറ്റിഫിക് ഇൻവെൻഷൻ മൈസ് സ്റ്റഡി ക്ലെയിംസ് ടു ഹാവ് ഫൗണ്ട് ലോങ് കോവിഡ് റിയൽ പ്രിപ്പറേറ്റേഴ്സ്. അതുപോലെ തന്നെ വിച്ച് ടെൽസ് അബൌട്ട് ഡെവലപ്മെൻറ്റ് ഇൻ ദി ഫീൽഡ് ഓഫ് ടെക്നോളജി. സാങ്കേതിക വിദ്യയിൽ പറയുന്നത് ടെലഗ്രാം മെസ്സേജ് ആപ്പ് CEO ഡുറോവ് അറസ്റ്റഡ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ ദുറോവിനെ അറസ്റ്റ് ചെയ്യുന്നുള്ളത് സാങ്കേതിക വിദ്യയുള്ള ഒരു പുരോഗതിയാണ്. 34ാമത്തെ ലാസ്റ്റ് ചോദ്യം ഹെഡ്ലൈൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ട്രാജിക് ഇവൻറ്റ്. ഏറ്റവും ദുരന്തകരമായ ഒരു സംഭവം കാണിക്കുന്ന ഹെഡിങ് എന്താണ്. 4 ഇന്ത്യൻ നാഷണൽ സ്കിൽഡ് ഇൻ മൾട്ടിപ്പിൾ വെഹിക്കിൾ റോഡ് ആക്സിഡൻറ്റിൽ 4 ഇന്ത്യൻസ് ടെക്സാസിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈസിയാണ്, ഏത് കുട്ടിക്കും ഏത് വിദ്യാർത്ഥിക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗമാണ് ഈ ഭാഗം. അങ്ങനെ പെട്ടെന്ന് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട്, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് ചാനൽ കൂടുതൽ ലഭ്യമാക്കാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി ഇത് കേട്ട നിങ്ങൾക്ക് നന്ദി പറയാണ്. ഒരിക്കൽ കൂടി താങ്ക് യു. ഞാൻ നിർത്തുന്നു. ഓക്കെ.